മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IPO കുറിച്ചാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു IPO ലിസ്റ്റ് ആകുകയുണ്ടായി. ബർഗർ കിങ് എന്ന് പറയുന്ന IPO 60 രൂപയായിരുന്നു അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ കമ്പനി ലിസ്റ്റായത് 78 രൂപ വരെ മുകളിലേക്ക് പോയി. ഏകദേശം 138-നാണ് അന്നത്തെ ദിവസം സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അപ്പോൾ IPOകൾ ഈ ഒരു ലോട്ടറി പോലെയാണ്. പക്ഷേ IPO അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇഷ്യൂ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് അത് ലിസ്റ്റിങ്ങിലൂടെ ഒരു ബമ്പർ ലിസ്റ്റിംഗ് വന്നാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുവാണെങ്കിൽ എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്തുള്ള മിക്ക കമ്പനികളും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആളുകൾക്ക് നൽകിക്കൊണ്ടാണ്, അതുപോലെ ഇഷ്യൂ ചെയ്ത സ്റ്റോക്ക് ലഭിച്ച ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നൽകിക്കൊണ്ടാണ് കുറേയധികം IPOകൾ ലിസ്റ്റായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു IPO കുറിച്ചാണ് നോക്കുന്നത്. ഈ IPO എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു IPO കുറിച്ചാണ് നോക്കുന്നത്. മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ്. വ്യത്യസ്തമായിരുന്ന ബേക്കറി ഐറ്റംസും ബിസ്ക്കറ്റുമാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 1995-ലാണ് കമ്പനി സ്ഥാപിതമായത്. കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ കമ്പനി ഇന്ന് ഏകദേശം ജൂൺ 30 കണക്ക് അനുസരിച്ച് കമ്പനിക്ക് 96 ബേക്കറി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ 384 ബിസ്ക്കറ്റ് വിഭവങ്ങളുമാണ് കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വ്യത്യസ്തമായ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകൾ. അതുപോലെ തന്നെ 26 സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമായിട്ടുള്ള വിതരണ ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 15 ഡിസംബർ 2020 ആണ്. ഡേറ്റ് ഓഫ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് ഫേസ് വാല്യൂ. അതുപോലെ തന്നെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 286, 288 ആണ്. അതുപോലെ ലോട്ട് സൈസ് എന്ന് പറയുന്ന ഒരു ലോട്ട് എന്ന് പറയുന്നത് 50 ഷെയർ ആണ്. അപ്പോൾ ഈ 50 ഷെയർ ലഭിക്കാൻ വേണ്ടി നമ്മൾ മുടക്കേണ്ട മുതൽ മുടക്ക് എന്ന് പറയുന്നത് 14,400 രൂപയാണ്. അതുപോലെ മാക്സിമം ആയിട്ട് 13 ലോട്ടാണ് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1,87,200 രൂപയാണ് അത്രയും ലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരിക. ലിസ്റ്റ് ചെയ്യുന്നത് BSEയിലും അതുപോലെ NSEയിലുമാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ടോട്ടൽ ഇഷ്യൂ എന്ന് പറയുന്നത് 540 കോടിക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ ഇഷ്യൂ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ റീറ്റെയിലിന് 35% അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 15%, അതുപോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിന് 50%, അതുപോലെ തന്നെ കമ്പനിയുടെ എംപ്ലോയീസ് റിസർവേഷന് വേണ്ടി 0.1% മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുവാണെങ്കിൽ 1,692 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. നെസ്ലെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ബ്രിട്ടാനിയയുടെയും വെച്ച് നോക്കുവാണെങ്കിൽ വളരെ കുറവായിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതുപോലെ റവന്യൂ എന്ന് പറയുന്നത് 762 കോടിയാണ് റവന്യൂ. അതുപോലെ സെയിൽസ് ഗ്രോത്ത് 5% ഉയർന്നിട്ടുണ്ട്. അതുപോലെ എബിറ്റഡ മാർജിൻ എന്ന് പറയുന്നത് 12.2% എബിറ്റഡ മാർജിൻ. അതുപോലെ 2020 PE നോക്കുവാണെങ്കിൽ 54 2020 PE. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 9.3 റവന്യൂ ഓൺ ഇക്വിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ പറ്റി നോക്കുവാണെങ്കിൽ ബിസ്ക്കറ്റ് ഡൊമസ്റ്റിക്കിൽ നിന്ന് 37% റവന്യൂ വരുന്നത്. അതുപോലെ ബിസ്ക്കറ്റ് എക്സ്പോർട്ടിൽ നിന്ന് 22% റവന്യൂ വരുന്നുണ്ട്. അതുപോലെ ബ്രാൻഡഡ് ബ്രെഡ് ആൻഡ് ബേക്കറി പ്രൊഡക്റ്റിൽ നിന്ന് കമ്പനിക്ക് 17%, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേക്കറിയിൽ നിന്ന് 17%. മറ്റു മാനുഫാക്ചറിൽ നിന്നാണ് 6% റവന്യൂ വരുന്നത്. വരും ദിവസങ്ങളിൽ IPO സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലിസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതോട്ട് സ്വയമേ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് മാത്രം ഈ IPO അപ്ലൈ ചെയ്യുക. ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്കിൻ്റെ ഒരു കാര്യമാണ്. 14,400 എന്ന് പറയുന്നത് നമുക്ക് ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് ആയിട്ട് 2,000 രൂപ വരെ നമുക്ക് ലോസ് സഹിച്ചുകൊണ്ട് SBI കാർഡ് എന്ന് പറയുന്ന IPO അപ്ലൈ ചെയ്ത് അതിൻ്റെ ലിസ്റ്റിങ് ഒരു ഡൗൺ ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആണ്. ഞാനന്ന് അപ്ലൈ ചെയ്ത ഒരു IPO ആയിരുന്നു. അതുപോലെ തന്നെ പ്രിൻസ് പൈപ്പ് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു നമുക്ക് അലോട്ട് ചെയ്യുകയും അതിനുശേഷം ലിസ്റ്റിംഗ് വന്നപ്പോൾ ഒരു ഡൗണിലേക്ക് പോയിട്ടുള്ള IPOകളായിരുന്നു. ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഈ IPO നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് തുടർച്ചയായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.